ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഫുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലെ സ്നേഹവന്ദനം. പല തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നദികൾ കരകവിഞ്ഞൊഴുകുന്നു, പലയിടത്തും ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു, മരങ്ങൾ കടപുഴകി വീഴുന്നു, വീടുകൾ നിലം പൊത്തുന്നു. പലവിധമായ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം പതറുകയോ കലങ്ങുകയോ അല്ല വേണ്ടത്. ഈ സമയത്ത് എല്ലാം നിയന്ത്രണ വിധേയമാക്കി തരുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം കാര്യങ്ങളെ ഭരമേൽപ്പിക്കുകയാണ് വേണ്ടത്. അതെ, 107-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. നമ്മളെ ഞെരുക്കത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. നമ്മുടെ കർത്താവ് വലിയ